ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നിലമ്പൂരിലെ ഓൾഡ് ബംഗ്ലാവ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് 40 രൂപയാണ് വലിയ ആൾക്കാർക്ക് വരുന്നത്, കുട്ടികൾക്ക് 15 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വാഹനങ്ങൾക്ക് ബൈക്കിനാണെങ്കിൽ 10 രൂപ, മറ്റേ കാറിനൊക്കെ ആണെങ്കിൽ 25 രൂപയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ ഇവിടെ സന്ദർശിക്കണം. അത് വനത്തിൻ്റെ ഉള്ളിലൂടെ യാത്രയാണ്. നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ ഒടുവിൽ ഓൾഡ് ബംഗ്ലാവിൻ്റെ എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നിലമ്പൂരിലെ ഓൾഡ് ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന സ്ഥലം കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ കാണുന്ന കെട്ടിടം 1898 നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ മേധാവികളായ ബ്രിട്ടീഷുകാർ ഇവിടെ താമസിച്ചിരുന്നത്, അത് ഫോറസ്റ്റിൻ്റെ മേധാവികളായ ബ്രിട്ടീഷുകാർ താമസിച്ചിരുന്ന ആ കെട്ടിടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴും ഇതും അതേപോലെ നിലനിൽക്കുന്നുണ്ട് എന്നത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ കെട്ടിടം വനവകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. ഇത് 4 സൈഡും ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കാമാണ് അന്തരീക്ഷമാണ്. നല്ല ഇങ്ങനെ ഇവിടെ വളരെ കാമായിട്ട് വന്നിരിക്കാൻ തന്നെ അല്ലാത്തൊരു വൈബാണ് കേട്ടോ. ഈ കെട്ടിടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ റൂമുകളാണ്, എല്ലാം നല്ല വലിയ റൂമുകൾ, വലിയ ജനാലകൾ. അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ അതൊരു തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ നിലയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പുകൾ കയറി നമ്മൾ മുകളിലത്തെ നിലയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടത്, ഇത് മുകളിലത്തെ നില മൊത്തം മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാട്ടോ. ഫ്ലോർ അടക്കം മരമാണ്. ഈ കാലഘട്ടത്തിലും ഈ വീട് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ആ മോഡേൺ ശൈലി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്ര വർഷം മുന്നേ നിർമ്മിച്ചതാണ്. അന്ന് ഈ ബ്രിട്ടീഷുകാരുടെ ശൈലിയിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഈ റൂമുകൾക്കൊക്കെ വലിയ വലുപ്പമുണ്ട്. ജനാലകൾക്കായാലും മേൽക്കൂരയ്ക്കായാലും നല്ല ഹൈറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നല്ല വിശാലമായ ഹാളാണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റും വെളിച്ചമൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ജനാലകൾക്കൊരു പ്രത്യേകത ഉണ്ടാവും. വർണ്ണ കളർ ഗ്ലാസുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ജനാലകളാണ്. ഇപ്പോൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇതിന്റെ ബാക്ക് വശം ഉണ്ട്. ഇപ്പൊ നമ്മൾ വണ്ടിയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യം കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ മുകളിലത്തെ നിലയിലെ എല്ലാ ഭാഗത്തും നമ്മൾ പോയി നിന്ന് നോക്കിട്ടോ. ഇത് ബാക്ക് വാഷാണ്. അപ്പോൾ ബാക്ക് വശത്തിൽ കൂടെയാണ് സ്കൈ വാക്ക് എന്ന് പറയുന്ന ഒരു ഉള്ളത്, സ്റ്റെപ്പ് ഉള്ളത്. നമ്മളിതിന് നേരെ ഫ്രണ്ട് ഭാഗത്തേക്ക് വേണം. ഇപ്പോൾ ഈ കാണുന്നതാണ് കെട്ടിടത്തിന് മുൻവശം. അപ്പോൾ അതിൽ കൂടെ നമ്മളിപ്പോൾ വന്നു കേട്ടോ. ആ കാണുന്നത് മൊത്തം ഫോറസ്റ്റ് ആണ്. ആ ഗേറ്റ് കടന്നിട്ടാണ് നമ്മൾ ഇവിടേക്ക് പ്രവേശിച്ചത്, ബംഗ്ലാവിൻ്റെ ഈ ഭാഗത്തേക്ക് പ്രവേശിച്ചത്. അപ്പോൾ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ താഴത്തേക്ക് വന്നു. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അധികം ആരും ഇവിടെ വരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിലമ്പൂർ വരുമ്പോൾ നിലമ്പൂർ മറ്റുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം കണ്ടതിന് ശേഷം അവർ തിരിച്ചു പോകാനുള്ള ഇങ്ങനെ ഒരു സ്പോട്ടുള്ള കാര്യം അങ്ങനെ അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. തീർച്ചയായും നിങ്ങൾ നിലമ്പൂർ വരികയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ട് തന്നെയാണ്. നിങ്ങളെല്ലാവരും വരിക. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്റ്റീവ് ആണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് ആയി പറയുന്നത് ഈ സ്കൈ വാക്ക് കേട്ടോ. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഈ പറയുന്ന ഇതിന് മുകളിൽ കൂടെ തന്നെ നടന്ന് ഫോറസ്റ്റിലെ കാഴ്ചകളെ കണ്ട് നല്ലൊരു വൈബാണ്. ഫോറസ്റ്റിന് ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല, ഒരുപാട് ടൈമായിരുന്നു. ഇവിടെ ടൈം രാവിലെ 7 മണി തൊട്ടിട്ട് വൈകുന്നേരം 5 മണി വരെയാണ് അവരുടെ പ്രവർത്തന സമയം. ഒരുപാട് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈവനിങ് ടൈമാണ്. അപ്പോൾ നിലമ്പൂരിലെ ഓൾഡ് ബംഗ്ലാവിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ പുതിയ ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ, ബൈ.